ഒരിക്കലും ഈ കലാകാരൻ തന്നെ കലാകാരൻ മറ്റ് മോശമായ രീതിയിൽ ചിത്രീകരിക്കരുത്. രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ഒരിക്കലും കാണാൻ പാടില്ല. അത് കലയെ കലയായിട്ട് തന്നെ കാണണമെന്നാണ്. ഈ ജയ ജയഹയിൽ അഭിനയിക്കുന്ന ബേസിലിനെ പോലെ ഒരു നടന്റെ അത് ജയയുടെ ഷൂട്ടിനകത്ത് ബേസിലിനെ പോലെ നടനെ ഞങ്ങൾ അവിടെ ആരും കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു വീട് പോലെ ആയിരുന്നു അതിനകത്ത്. എന്നെ വിളിക്കുന്നത് തന്നെ അച്ഛൻ എന്നാണ്. ജയയുടെ ഫോണിനകത്ത് നമ്പർ തന്നെ അച്ഛൻ എന്നാണ് എൻ്റെ നമ്പർ കിട്ടിയത്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കൂടെ കൂടിയതാണ്, അഭിനയിക്കാൻ ചെന്നതാണ്. നാടകത്തിൽ എന്തായാലും നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു അഭിനയത്തിലെല്ലാത്തിനും ശബ്ദത്തിലും അഭിനയത്തിലൊക്കെ ഒരു പടി മുകളിലായിരിക്കും. സിനിമയിൽ അത് വേണ്ട, ഞാനത് ചെയ്ത് പഠിച്ചതാണത്. അതുകൊണ്ടില്ല. നമസ്കാരം സർ. നമസ്കാരം. തുടക്കം തന്നെ ചോദിക്കുകയാണ്, ഇത്രയും കാലം എവിടെയായിരുന്നു? കാരണം കുറേ സിനിമ ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് മായം എന്ന സിനിമയിലേക്ക് വന്നത്. ഇങ്ങനെ പഴയ കാലത്ത് കുറേ സിനിമകൾ ചെയ്തിരുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ കാലം ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ജയ ജയ ഹേയിൽ വന്നത്. ഇപ്പം ആ സിനിമയും കഴിഞ്ഞ് കുറേ ബ്രേക്ക് എടുത്തിട്ടാണ് മായം എന്ന സിനിമയിലേക്ക് വന്നത്. അപ്പം അതിനെന്താണ് കാരണം? കാരണം ഇത്രയും കാലം ഞാൻ ഉണ്ടായിരുന്നു സിനിമയുടെ വെള്ളിത്തിരയിലും പിന്നിലായിരുന്നു. കുറേ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കൂടെ കൂടിയതാണ്, അഭിനയിക്കാൻ ചെന്നതാണ്. പിന്നെ സിനിമ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് അങ്ങനെ അഭിനയത്തിലേക്ക് വന്നതാണ്. അഭിനയിക്കാൻ വേണ്ടിയാണ് ആദ്യം ഇറങ്ങിയത്, വന്നത്. പിന്നെ കുറേ സീരിയൽ ചെയ്തു. പിന്നെ അങ്ങനെയാണ് ജയ ജയ കഴിഞ്ഞിട്ട് തന്നെ യഥാർത്ഥത്തിൽ ജയ ജയയ്ക്ക് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു പടമാണ് ഈ മായമ്മ. ഷൂട്ട് ആദ്യം ജയ ജയ കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പ് ഞങ്ങളൊരു പിന്നെ രമേശ് ചേട്ടൻ ഇങ്ങനെ പുതുമുഖങ്ങളെ വെച്ചൊരു പടം ചെയ്യുന്നു. അത് ഞാനുണ്ടായിരുന്നില്ല അതിനകത്ത്. അങ്ങനെ പുതുമുഖങ്ങളെ തേടിയുള്ള യാത്രയിൽ ഒപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ജയ ജയ ഹേ പോലൊരു ഹിറ്റ് സിനിമ, അതിലെല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റുകൾ. അപ്പം അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് ഈ ചെറിയൊരു സിനിമ, അതായത് പുതുമുഖ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടൊരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് രണ്ടും അങ്ങനെ തോന്നിയിട്ടില്ല. ജയ 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 സിനിമയിലായിരുന്നാലും അതും ഏതാണ്ട് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച, എൻ്റെ കൂടെ ഒപ്പം നാടകത്തിൽ അഭിനയിച്ച ആൾക്കാർ ഉണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത്, ബേസിലിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയൊരു താരനിരയിലൊരു ഇതൊന്നും തോന്നിയില്ല. പക്ഷേ മായമ്മയും അതുപോലെ തന്നെ എല്ലാം ഈ കൂടെ അഭിനയിച്ചവരെല്ലാം തന്നെ നേരത്തെ നമ്മൾ അഭിനയമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരായിരുന്നു. അതങ്ങനെ ഒരു ചെറിയ സിനിമയെന്ന് പറയാനും പറ്റില്ല. ഡ്രാമ എന്ന് പറയുമ്പോൾ അതായത് നാടകം എന്ന് പറയുന്ന ഒരു ഡ്രമാസ്റ്റിക് ആണ്, പക്ഷേ സിനിമ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് രണ്ടിലും ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നാടകത്തിൽ എന്തായാലും നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു അഭിനയത്തിലെല്ലാത്തിനും ശബ്ദത്തിലും അഭിനയത്തിലൊക്കെ ഒരു പടി മുകളിലായിരിക്കും. സിനിമയിൽ അത് വേണ്ട, ഞാനത് ചെയ്ത് പഠിച്ചതാണത്. രണ്ടിലും അങ്ങനെ നാടകത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ഹൃദയസ്പർശിയായ എന്തെങ്കിലും ഒരു അനുഭവം ജനങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ധാരാളം ഉണ്ടായിട്ടുണ്ട്. അഭിനയിച്ചുകൊണ്ട് ഞാൻ കോമഡി കഥാപാത്രങ്ങളാണ് അന്ന് നാടകത്തിൽ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേദിയിലേക്ക് കയറി വന്ന് പിന്നെ നാരങ്ങ തരികയും അഭിനയിക്കാൻ ഡയലോഗ് മറന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ ജയ ജയ ഹേയിൽ അഭിനയിക്കുമ്പോൾ ബേസിലിനെ പോലെ ഒരു നടൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചപ്പോൾ ഉണ്ടായൊരു എക്സ്പീരിയൻസ്? അത് ജയ ജയ ജയയുടെ ഷൂട്ടിനകത്ത് ബേസിലിനെ പോലെ നടനെ ഞങ്ങൾ അവിടെ ആരും കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു വീട് പോലെ ആയിരുന്നു അതിനകത്ത്. എന്നെ വിളിക്കുന്നത് തന്നെ അച്ഛൻ എന്നാണ്. അതായത് ജയയുടെ ഫോണിനകത്ത് നമ്പർ തന്നെ അച്ഛൻ എന്നാണ് എൻ്റെ നമ്പർ ഇട്ടിരിക്കുന്നത്. വീട്ടിൽ ഞങ്ങളങ്ങനെ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛാ ചായ കുടിച്ചോ, അച്ഛൻ എപ്പോൾ എത്തി എന്നൊക്കെ ചോദിക്കാറുള്ളൂ. കാരണം അച്ഛനും മകളും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പെരുമാറിയതവർ. അത് അഭിനയമായിട്ട് തോന്നിയില്ല. ഈ ഇടയ്ക്കൊരു കോമഡി പ്രോഗ്രാമിൽ നടന്മാരെ പറ്റി, അതായത് അഭിനേതാക്കളെ പറ്റി ഒരു ചെറിയൊരു വിവാദം ഉണ്ടായി. അതിനെപ്പറ്റി എന്താണ്? അല്ല, ഒരു കലാകാരന്മാരെ പറ്റിയും അങ്ങനെ ഒരു മോശമായി ചിത്രീകരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നടന്മാരെ പറ്റി കുറേ സ്കിറ്റുകളിലൊക്കെ നേരത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വിവാദമായിട്ടുമുണ്ട്. ഒരിക്കലും ഈ കലാകാരൻ തന്നെ കലാകാരൻ മറ്റ് മോശമായ രീതിയിൽ ചിത്രീകരിക്കരുത്. അനുകരണം മിമിക്രിയിൽ കൂടെ സ്കിറ്റുകളുണ്ടാക്കി മോശമായ രീതിയിൽ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെതിരെ ചാനലിലൊക്കെ പോയി നാടക നടന്മാരൊക്കെ സ്ട്രൈക്ക് തീർച്ചയായിട്ടും ഞാനും സമരത്തിലുണ്ടായിരുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയും വർഷം നമ്മൾ അഭിനയിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നാടകത്തിനെ ഒരിക്കലും അങ്ങനെ ഒരു അപമാനിക്കരുതിലായിപ്പോയത്. മായമ്മ എന്ന ഫിലിമിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ വിജയ് തമ്പി സാർ അഭിനയിച്ചപ്പോഴും പുള്ളി ഇട്ട കോസ്റ്റ്യൂമിനെ പറ്റിയൊക്കെ കുറേ വിവാദങ്ങളുണ്ടായി. അതിനെപ്പറ്റി എന്താണ് പ്രതികരിക്കാനുള്ളത്? ഒരിക്കലും എൻ്റെ അഭിപ്രായം ഒരിക്കലും ഇങ്ങനെ ഒരു കലാരൂപത്തെ ആ രീതിയിൽ ചിത്രീകരിക്കുന്നത്, അതായത് പിന്നെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ഒരിക്കലും കാണാൻ പാടില്ല. അത് കലയെ കലയായിട്ട് തന്നെ കാണണമെന്നാണ്. കാരണം ഞാനും വിശ്വസിക്കാം, ഞാനും ചിലപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന, ഒരു പാർട്ടി വിശ്വസിക്കുന്ന ആളായിരിക്കും.
പക്ഷെ ഒരിക്കലും നമ്മൾ അതിൻ്റെ നിറവും അതിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഒരിക്കലും കലാരൂപത്തെ സമീപിക്കരുത്, കാണരുത്, ആ കാഴ്ചപ്പാടിൽ കാണരുത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ സിനിമ എന്ന് പറയുന്നത് കുറേ പഴയ കാലഘട്ടമാണ്, അതായത് ഒരു ഫോൺ പോലും ഇല്ലാത്തൊരു കാലഘട്ടം, പുരാണം, അങ്ങനെയുള്ളൊരു പുരാണമല്ല, ഫോൺ അതിന് കാലഘട്ടം പ്രത്യേകിച്ച് അതിൽ പറയുന്നില്ല. പക്ഷെ എന്നാലും ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിന് വെച്ചാണ് നമ്മൾ ആ സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറേ തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നാട്ടിൻപുറത്തുള്ള കുറേ കഥാപാത്രങ്ങൾ അത് ഞാൻ നാടകത്തിലും ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ സിനിമയിലും അങ്ങനെ ഒരു ചെറിയ ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഒരു കഥാപാത്രം കിട്ടിയത്. നല്ലൊരു തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിജി തമ്പി സാറിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. വിജി തമ്പി സാറും അദ്ദേഹം ഒരു 25 സിനിമയോളം ഡയറക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. തമ്പി സാറും ഞാനുമായിട്ടുള്ള കോമ്പിനേഷൻ സീനൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള സീനില്ല. എന്നാൽ അദ്ദേഹം സെറ്റിലെത്തിയപ്പോൾ നമ്മളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാറുണ്ടായിരുന്നു. കുറേ പഠിക്കാനുണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. കാരണം അയാൾ പിന്നെ ഡയലോഗ് പറയുന്ന രീതി, ആ ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കുറേ കണ്ടുപഠിക്കാനുള്ളത് തന്നെയാണ്, പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഡയറക്ടർ സാർ തന്നെയാണെങ്കിൽ പുതിയതാണ്, പുള്ളി തന്നെയാണ് റൈറ്ററും ആ സിനിമയുടെ ഗാനരചയിതാവും ഒക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണവും ഇതുമൊക്കെ എങ്ങനെയായിരുന്നു? രമേശ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇത് ഞാൻ ചെയ്യേണ്ടിയിരുന്നല്ലോ കഥ. അപ്പം അതിൽ പുതുമുഖങ്ങളെ വെച്ച് ഒരു പടം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പുതുമുഖങ്ങളെ കണ്ടെത്താനുള്ള യാത്രയിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി കഥാപാത്രങ്ങളെ കണ്ടെത്താൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനും കൂടെ അവരൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് ഈ തുടങ്ങാറായപ്പോൾ, പടം തുടങ്ങുന്ന കുറച്ച് മുമ്പാണ് ഈ ഇന്ന ആൾക്കാർ സിനിമയിൽ ഉണ്ടായാൽ നന്നായിരിക്കും, അങ്ങനെ കഥാപാത്രത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുത്ത ഇതിൻ്റെ പിന്നെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ സുഹൃത്തും നാട്ടുകാരൻ അനിൽക്കുട്ടനാണ് പറഞ്ഞത്. അനിൽ കഴക്കൂട്ടൻ, ഞങ്ങൾ കുട്ടനെന്ന് വിളിക്കുന്ന അനിലാണ് പറഞ്ഞത്, ആ കഥാപാത്രം എന്നാൽ ബിജു ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനകത്ത് അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ പടത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പൊ വേറെ ഏതെങ്കിലും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നോ, അല്ലെങ്കിൽ ഇറങ്ങാറായ ഏതെങ്കിലും സിനിമകളുണ്ടോ? ഞാൻ ജയക്ക് ശേഷം 4 സിനിമ അഭിനയിച്ച് കഴിഞ്ഞു. ആ 4 സിനിമ ഇപ്പോൾ ഈ അടുത്ത മാസമൊക്കെ റിലീസാവാറുണ്ട്. ജങ്കാർ എന്ന് പറയുന്നൊരു പടം റിലീസാവുന്നുണ്ട്. അത് അപ്പാനി ശരത്ത് നായകനായിട്ട് അഭിനയിക്കുന്നൊരു സിനിമ. അതിനകത്ത് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്നൊരു പടം ഓശാന, അതും ഷൂട്ട് കഴിഞ്ഞു. അതും ഉടനെ റിലീസാവാറായിരിക്കുകയാണ്. അതിന് മുമ്പാണ്, അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് ചെയ്താണ് ഈ മായമ്മ പെണ്ണ് റിലീസാവുന്നുണ്ട്. 7-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ കുറേ സിനിമകളും തിരക്കുകളും ഒക്കെയാണ്. അപ്പം ഇതിനിടയ്ക്ക് നാടകത്തിലേക്കൊരു വേഷം ചെയ്യാൻ വന്നാൽ പോകുമോ? തീർച്ചയായും. നാടകത്തിൽ ഞാനിപ്പോൾ കോവിഡിന് ശേഷം ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ സംവിധാനം ചെയ്ത നാടകങ്ങൾ വരുന്നുണ്ട്, കേരളത്തിൽ വരുന്നുണ്ട്. ഈ വർഷവും ഒരു നാടകം സംവിധാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രശസ്ത സംവിധായകൻ്റെ കൂടെ സഹസംവിധാനമായിട്ടും, വത്സനിശ്രയുടെ കൂടെ സഹസംവിധാനമായിട്ടും ഞാൻ ഇപ്പോൾ 4 നാടകം അതിനിപ്പം വർക്ക് നടക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ അതിന് പോകുന്നുണ്ട്. നാടകം അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. നാടകത്തിൽ നിന്ന് മാത്രമല്ല, ഒരു ദിവസം എൻ്റെ എല്ലാ ദിവസവും ആരംഭിക്കുന്നത് തന്നെ ഒന്നേ സിനിമ അല്ലെങ്കിൽ സീരിയലിൽ നാടകം എന്തെങ്കിലും പ്രവർത്തനത്തിലായിരിക്കും. തുടക്കകാലമേ നാടകത്തിൽ കൂടെയാണോ വന്നത് അതോ? അതെ, തുടക്കകാലം തൊട്ട്. കാരണം സ്കൂൾ ജീവിത സമയത്ത് തന്നെ നാടകത്തിൽ ഭയങ്കര താല്പര്യമായിരുന്നു. സ്കൂൾ അങ്ങനെ നാടകത്തിലൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെ നവഭാവന തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ നാടക സമിതി എൻ്റെ വീടിനടുത്തായിരുന്നു. അപ്പോൾ അവിടെ പോയിരിക്കുക, ക്യാമ്പിലെ റിഹേഴ്സലൊക്കെ കാണുക. എന്നപ്പം നാടകത്തിലേക്ക് വരണമെന്ന് നേരത്തെ കൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ അവസരം ചോദിച്ചു. എൻ്റെ വീടിനടുത്ത് തന്നെ ഉണ്ട്, അവർക്കെല്ലാം അറിയാം എന്നെ. അപ്പോൾ അവിടെ അവസരം ചോദിച്ചു, ഒരു ചെറിയ വേഷം തന്നു. അവിടെ എൻ്റെ സഹായിയായിട്ടൊപ്പം കൂടി. തൊട്ടടുത്ത വർഷം ഞാൻ അവിടുത്തെ ഒരു മെയിൻ കൊമീഡിയനായി 10 വർഷത്തോളം ആ സമിതിയിൽ തന്നെ നിന്നു. അതിനുശേഷം കേരളത്തിലുള്ള പല സമിതികളിലും അഭിനയിച്ചു. പല സമിതികളിലൂടെയും സംവിധായകനായി, പല സമിതികളിൽ സഹസംവിധായകനായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അതിന് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം നാടകത്തിൽ നിന്ന് അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതുമായിട്ട് പ്രവർത്തനമുള്ള ബന്ധമുള്ള, അതായത് നാടകത്തിന് ആവശ്യമായ അല്ലെങ്കിൽ കലാരൂപങ്ങൾക്ക് ആവശ്യമായ കർട്ടൻ, ലൈറ്റ്, മേക്കപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥാപനം തന്നെ 40 വർഷം കൊണ്ട് കഴക്കൂട്ടത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും കോമഡി ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ മായമ്മ എന്ന സിനിമയിലോട്ട് വരുമ്പോൾ ഇച്ചിരി സീരിയസ് കഥാപാത്രമായിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത്. സിനിമയിൽ എനിക്ക് കിട്ടിയതെല്ലാം സീരിയസ് കഥാപാത്രമായിരുന്നു. നാടകത്തിലായിരുന്നു ഞാൻ കോമഡി കഥാപാത്രമല്ല, സീരിയസ് കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ ജയലൊക്കെ കോമഡിയൊക്കെ വളരെ ഹിറ്റായി മാറിയത്. ജയയിലെ കോമഡി അത് ഒരിക്കലും ഞാൻ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അത് നമ്മൾ പറയുന്നത് തിയേറ്ററിൽ കോമഡി ആയിട്ട് എടുക്കുന്നത്. അത് സംവിധായകൻ്റെ ഒരു ഭയങ്കര ഒരു മാജിക്കാണ്. അത് ഞാൻ പറയുന്ന ഡയലോഗ് തന്നെ ഞാനത് പിന്നെ അത് അതിൻ്റെ മറുസൈഡ് കോമഡിയാണെന്നുള്ളത് തിയേറ്ററിൽ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി.
ഫാമിലി പറ്റി ഒന്ന് പറയും. ഫാമിലി ഭാര്യ, ഒരു മകൻ ആരോമൽ. ഈ അടുത്ത ദിവസം അവൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരാളാണ്. അവനിപ്പോൾ പിന്നെ നെടുമങ്ങാട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യാണ്. കലാരംഗത്ത് പ്രവർത്തി ആഗ്രഹമുണ്ട്. നാടകങ്ങളിലൊക്കെ ചെറിയ സീരിയലിലൊക്കെ വേഷം ചെയ്തിട്ടുണ്ട്. അവനും ഉണ്ട്. ഓ, അപ്പോൾ ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. തീർച്ചയായിട്ടും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. അതില്ലായിരുന്നെങ്കിൽ എനിക്കൊരിടത്തും പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ മാറി നിൽക്കണമെങ്കിൽ തന്നെ അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കും മാറി നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ അഭിനയ ജീവിതമാണെന്ന് അവർക്ക് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അതിൽ നിന്നും, കാരണം അത് ജീവിതം അത് തന്നെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എപ്പോഴും സപ്പോർട്ട് തന്നെയാണ്. എപ്പോഴും സപ്പോർട്ട്. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ഫിലിം ഗുരുവായൂർ അമ്പലനടയിൽ അതിലൊരു ചാൻസ് വന്നിരുന്നു. എന്നാൽ മായമയുടെ ഷൂട്ടിങ്ങിനിടയിലായതുകൊണ്ട് അതിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരു അവസരം പോയി എന്ന് ഒരു റൂമർ കേട്ടു. എന്താണ്? തീർച്ചയായിട്ടും ഉണ്ട്. അത് ബിപിൻദാസ് പുള്ളി സംവിധാനം ചെയ്ത പടമായതുകൊണ്ട് എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ അത് ആദ്യം ഡേറ്റ് വെച്ചപ്പോൾ മഴ കാരണം ഡേറ്റ് മാറി. പിന്നെ അതിന് മായമ്മയുടെ ഷൂട്ട് തുടങ്ങി അതേ ഡേറ്റിലായിരുന്നു വീണ്ടും അടുത്ത് വന്നത്. അപ്പോൾ മായമ്മയുടെ ഷൂട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, അഭിനയിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, മായമ്മയുടെ ഇവിടെ ഇത് അഭിനയിച്ചപ്പോൾ 2 സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ബിപിൻദാസ് സ്ക്രിപ്റ്റ് എഴുതി എന്നെ വാഴ എന്നൊരു ചിത്രത്തിൽ അഭിനയിക്കാനും ഇതേ സമയത്ത് തന്നെയായിരുന്നു, അതിനും പോകാൻ പറ്റിയില്ല. പക്ഷേ ആ വാഴ എന്ന ചിത്രത്തിൽ അവസാനം ഒരു ചെറിയ ഒരു കഥാപാത്രത്തിൽ ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂർ അമ്പലനടയിൽ അത് പറ്റിയില്ല. അപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. എല്ലാ വിഷമമുണ്ട്. തിയേറ്റർ കണ്ടപ്പോൾ പോലും വിഷമമായിപ്പോയി. ഭയങ്കര ഹിറ്റ് സിനിമയായിരുന്നു. കാരണം അതുമാത്രമല്ല, എന്നെ ഒരു നല്ലൊരു നടനായിട്ട് പരിചയപ്പെടുത്തിയൊരു സംവിധായകൻ കൂടിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റിൽ അഭിനയിക്കുക എന്നുള്ള എൻ്റെ ഏറ്റവും ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, ഇതിനൊന്ന് പോകാൻ പറ്റി. പക്ഷെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് സ്ട്രെയിൻ ചെയ്താണ് ഈ ഒരു മായം എന്ന ഫിലിം പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ റിലീസ് ഡേറ്റ്. ഗംഭീര വിജയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെയും വലിയൊരു പ്രതീക്ഷ, എൻ്റെ മാത്രമല്ല, ഇത് വലിയൊരു കൂട്ടായ്മയുടെ ഒരു പ്രതീക്ഷയാണ്. വിജയിക്കുക. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അഭ്യർത്ഥന.